നമസ്തേ. നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ ഭാഗം വയ്പ് പതിവുണ്ടല്ലോ. അപ്പോൾ സാധാരണയായിട്ട് കൂടുതൽ സ്വത്ത് വേണമെന്ന് വാദിക്കും. അതേപോലെ തന്നെ മാതാപിതാക്കളൊന്നും തങ്ങളുടെ ഭാഗത്ത് വേണമെന്ന് ആരും പൊതുവെ അഭിപ്രായപ്പെടാറില്ല. ഇവിടെ പുരാണത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭാഗം വയ്പ്, അതിൻ്റെ കഥ ഒന്ന് വിവരിക്കാം. മനുവിൻ്റെ പുത്രൻ നഭകൻ, ആ നഭകവൻ്റെ പുത്രന്മാർ ആ ബ്രഹ്മചര്യ കാലത്ത് ഭഗവാനെ ഭജിക്കാൻ പോയി, വിദ്യാഭ്യാസത്തിനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് ഒടുവിലത്തെ പുത്രൻ കവി ഒഴിച്ച് ബാക്കി എല്ലാവരും മടങ്ങി വന്നു. ഇനി തുടർന്ന് ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പിതാവിൻ്റെ സ്വത്ത് ഭാഗം വെച്ചു. അങ്ങനെ അവർ കുടുംബജീവിതം തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ വരാതിരുന്ന പുത്രൻ കവി മടങ്ങി വന്നു. എന്നിട്ട് ജ്യേഷ്ഠന്മാരോട് ചോദിച്ചു, തൻ്റെ ഭാഗം ഏതാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നിന്നെക്കുറിച്ച് ഞങ്ങൾ മറന്നുപോയി, അത് കാരണം ഭാഗമൊന്നും വച്ചിട്ടില്ല. ഏതായാലും അച്ഛനെ ഭാഗമായിട്ട് എടുത്തോളൂ. അദ്ദേഹം പിതാവിനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് ജ്യേഷ്ഠന്മാർ പറഞ്ഞത്, അച്ഛനെയാണ് എനിക്ക് ഭാഗമായിട്ട് തന്നേക്കുന്നത്. അപ്പോൾ നഭകൻ പറഞ്ഞു, മറ്റു വസ്തുക്കൾ പോലെ, ഇപ്പോൾ സ്വർണം, പണം, ഭൂമിയൊക്കെ പോലെ നിത്യജീവിതത്തിന് ഉപയോഗിക്കാവുന്ന ഒന്നല്ലല്ലോ ഞാൻ, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ അടുക്കെ അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണർ ദ്വാദശാഹം എന്നൊരു സത്രം നടത്തുന്നുണ്ട്. ഞാനും അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ. അവിടെ ചെന്നോളൂ, നീ നല്ല പണ്ഡിതനാണല്ലോ, അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സത്രം കഴിയുമ്പോൾ അവശേഷിക്കുന്ന സ്വത്തൊക്കെ നിനക്ക് നൽകും എന്ന് പറഞ്ഞു. അതനുസരിച്ച് കവി അവിടെ പോയി ആ സത്രത്തിൽ പങ്കെടുത്തു. സത്രമൊക്കെ ഭംഗിയായി അവസാനിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണർ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവശേഷിച്ചതായ സ്വത്തെല്ലാം ഈ നാഭാഗന് കവിക്ക് നൽകി. ഈ സത്രത്തിൻ്റെ യാഗത്തിൻ്റെയൊക്കെ അവശേഷിക്കുന്ന സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ളതൊന്നുമല്ല. സ്വർണ്ണ പാത്രങ്ങളിലൊക്കെയാണ് പല കാര്യങ്ങളും ചെയ്യുക, പൂജാപാത്രങ്ങൾ ഒക്കെ. അപ്പോൾ ധാരാളം സ്വത്ത് ബാക്കിയുണ്ടാവും. എല്ലാ തരത്തിലുള്ളതും, വസ്ത്രമായിട്ടായാലും പണമായിട്ടായാലും ധാന്യങ്ങളായിട്ടും ഒക്കെ ധാരാളം ഉണ്ടാവും. അതൊക്കെ ഈ നാഭാഗന് നൽകി. ബ്രാഹ്മണർ പോവുകയും ചെയ്തു. ആ സ്വത്തൊക്കെ എടുത്ത് തൻ്റെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ പിതാവിൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് നാഭാഗൻ ശ്രമിക്കുന്ന സമയത്ത് വടക്ക് നിന്ന് കറുത്ത ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങേ കൊണ്ടുപോകുന്ന സ്വത്തൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നാഭാഗൻ പറഞ്ഞു, എനിക്കിത് ആ ബ്രാഹ്മണരെ നൽകിയതാണ്. ഏതായാലും സംശയം ഉണ്ടെങ്കിൽ കാര്യം ചെയ്തോളൂ, പിതാവിനോട് ചോദിച്ചോ, ഉറപ്പ് വരുത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഉടനെ നാഭാഗൻ പിതാവിൻ്റെ അടുക്കെത്തി. എന്ന് അന്ന് ഈ സംഭവമൊക്കെ വിസ്തരിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞത് ശരിയാണ്, എല്ലാ സ്വത്തും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. രുദ്രദേവനാണ് ആ വന്ന ആൾ, പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണല്ലോ. അത് കേട്ട് നാഭാഗൻ വേഗം ആ കറുത്ത മനുഷ്യൻ്റെ അടുക്ക വന്നു പറഞ്ഞു, അച്ഛൻ പറഞ്ഞു എങ്ങനെയാണ്, എല്ലാ സ്വത്തും അങ്ങയ്ക്ക് അവകാശപ്പെട്ടതാണ്, ഞാനത് എടുക്കാൻ ശ്രമിച്ചത് അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിൽ അത്യധികം സന്തുഷ്ടനായി രുദ്രദേവൻ കവിയെ അനുഗ്രഹിച്ചു, ജ്ഞാനം ഉപദേശിച്ചു. മാത്രമല്ല ആ സ്വത്ത് മുഴുവൻ നൽകുകയും ചെയ്തു.
അതോടുകൂടി ജ്ഞാനിയായി തീർന്നു നാഭാഗൻ. അളവറ്റ സ്വത്തിന് അവകാശിയായി തീരുകയും ചെയ്യുന്നു. പിന്നീട് ഭഗവാനെ ഭജിച്ച് നാഭാഗൻ മുക്തി നേടിയെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സത്യം പറയുക, അത് വളരെ പ്രധാനമാണ്. പിതാവ് പുത്രന് വേണ്ടി അസത്യം പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞത് എന്താണോ അത് അതേപടി തന്നെ വന്ന് ഈ കറുത്ത മനുഷ്യനോട് പറയാനുണ്ടായത്. സാധാരണ ഇന്നത്തെ കാലത്തൊക്കെ എങ്ങനെയാണ്, നമുക്ക് അവകാശപ്പെട്ടതല്ലാത്ത സ്വത്ത് കൂടി നമ്മളുടെ ആണെന്ന് വന്ന് പറയും. അങ്ങനെ അത് കൈക്കലാക്കാൻ ശ്രമിക്കും. ഇവിടെ അത് രണ്ടും ഉണ്ടായില്ല. അതിൻ്റെ ഫലമായിട്ട് നാഭാഗന് ജ്ഞാനോപദേശം കിട്ടി, മാത്രമല്ല അളവറ്റ സ്വത്തും കിട്ടി. അപ്പോൾ നമ്മൾ സത്യം പറയുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഉയർച്ചയേ ഉണ്ടാവുള്ളൂ, അനുഗ്രഹമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഭാഗത്തിൽ എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഐശ്വര്യ സമൃദ്ധി ഉണ്ടാവും. മാതാപിതാക്കളെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ള തത്വം കൂടി ഈ കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്രകാരമല്ല പ്രവർത്തിക്കാൻ എല്ലാവർക്കും തോന്നട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ കഥ ഇഷ്ടമായി എങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി കേൾക്കാനും കാണാനും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം ലൈക്കായിട്ട് പ്രദർശിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമസ്കാരം.